നമ്മളൊരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുന്നതെന്ന് ഗാർഡനിങ്ങിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കും അല്ലേ. ഗാർഡനിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയ ചെറിയ ചെടികൾ പോട്ടുകളിലാണെങ്കിലും സ്പേസ് ഉള്ളവർക്കാണെങ്കിൽ ആ ഏരിയ തിരിച്ച് മണ്ണിൽ കുഴിച്ച് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നല്ല നല്ല പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഗാർഡനിങ്ങിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയ വീട് വെച്ചാലും അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുത്താലും അല്ലെങ്കിൽ തന്നെയും ഗാർഡനിങ്ങിൽ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പൂച്ചെടിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ചെടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വാ, നിങ്ങളിതേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയിലായി പൂക്കൾ കിടക്കുന്നതെന്നറിയാവോ. നല്ല വെള്ള കളറിലാണ് പൂക്കൾ കിടക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കൊലകൊലയായിട്ട് തൂങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണിത്. നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമയേകുന്ന കാഴ്ചയാണിതാ. ഇങ്ങനെ നിറയെ പൂക്കൾ നമ്മൾ വിഷുക്കാലമാകുമ്പോഴാണ് ഇങ്ങനെ കൊന്ന പൂക്കൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാൻ. അതെന്ത് ഭംഗിയല്ലേ ആ ഒരു മഞ്ഞ കളറിൽ കിടക്കുന്ന കാണാൻ. അതുപോലെ തന്നെ വെള്ള കളറിൽ നമ്മളെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവെന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെ വെള്ള കളറിലെ പൂക്കൾ. അയ്യോ, എന്ത് ഭംഗിയാണ് കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഈ ചെടിയുടെ പേര് വേറൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് കോമൺ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേര് ഈ പൂക്കളുടെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിൻ്റെ മൊട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതേ നോക്കിക്കേ, നല്ല ഇലക്ട്രിക് ബൾബിനോട് സാദൃശ്യപ്പെടുത്തിയാണ് ഈ ഒരു മൊട്ടുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടിയെ ലൈറ്റ് ബൾബ് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊലകൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഒരു ചെയിൻ പോലെയാണെന്നാണ് പറയുന്നത്. ഒരു ചെയിൻ പോലെ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ചെയിൻസ് ഓഫ് ഗ്ലോറി എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളക്കൊന്ന, മണിക്കൊന്ന അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കാരണം കൊന്നയോട് സാദൃശ്യം ഉണ്ടായിട്ടില്ല, കൊന്നയായിട്ടൊരു ബന്ധമില്ലാത്തൊരു പൂവാണ്. പക്ഷേ കൊന്നപ്പൂ കിടക്കുന്നത് പോലെ ഇങ്ങനെ കൊലകൊലയായിട്ട് തൂങ്ങി കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അതിനെ വിളിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. പക്ഷേ അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇത് നമ്മുടെ കേരളത്തിലുള്ള തദ്ദേശവാസിയായിട്ടുള്ളൊരു ചെടിയല്ല എന്നുള്ളതാണ്. ഇത് തായ്ലൻഡിൽ നിന്നും വന്ന ഒരു ചെടിയാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വളരാൻ സാധിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരറിവിൽ ഞാൻ ഇതുപോലെ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലിങ്ങനെ നിറയെ പൂക്കൾ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ എന്തായാലും നമ്മുടെ പൂന്തോട്ടത്തിൽ വയ്ക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പൂവായതുകൊണ്ടാണ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെടിയാണിത്. നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. കാരണം നമുക്ക് നോർമലായിട്ട് നമുക്ക് സ്ഥലം ഉള്ളിടത്താണെങ്കിൽ മണ്ണിൽ വെച്ച് പിടിപ്പിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പോട്ടുകളിൽ വയ്ക്കാനുള്ള സൗകര്യത്തിലും ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ പൂങ്കുലകളൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി താഴേക്കായിരിക്കും കിടക്കുന്നത്. തണ്ടുകൾക്ക് വളരെ കട്ടി കുറവാണ്. അപ്പോൾ ഇതിൽ ശൈത്യകാല സമയത്ത് ഈ ഒരു സമയത്തൊക്കെയാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ വേനൽക്കാല സമയമാകുമ്പോൾ ഇതിൻ്റെ കമ്പുകളൊന്നും അധികമായിട്ട് കട്ട് ചെയ്ത് കളയാതിരിക്കുക. പിന്നെ നമുക്ക് നനയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ അത്യാവശ്യം ഈർപ്പം ഉണ്ടാവണം എപ്പോഴും. പക്ഷെ നിറയെ ഇങ്ങനെ വല്ലാണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ വന്നാൽ വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മണ്ണൊന്ന് നമ്മൾ തോണ്ടി നോക്കിയിട്ട് അടിയിലേക്ക് നനവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്കതിന് വെള്ളം കൊടുക്കാനായിട്ട്. അപ്പം ഒരുപാട് വലിയ പരിപാലനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശം കിട്ടണം, അത്യാവശ്യം വെള്ളം ആവശ്യമാണ്. അതുപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇങ്ങനെ കൊലകൊലയായിട്ട് ഉണ്ടായി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ പോട്ടുകളിൽ നമുക്ക് വയ്ക്കാവുന്ന രീതിയിലൊക്കെ ഇതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 അടിയൊക്കെ ഉയരം വയ്ക്കുന്ന ഒരു ചെറുമരം പോലെയാണ് ഇത് വളരുന്നത്. അതിൻ്റെ ആ തടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറുമരത്തിൻ്റെ രൂപത്തിലാണ് അത് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ ചെടി നിങ്ങളുടെ അടുത്തുള്ള നഴ്സറിയിൽ കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ മേടിച്ച് വയ്ക്കണം. നല്ല സ്മെല്ലുമാണ്, നല്ല സുഗന്ധമുള്ള ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിയോഡെൻഡ്രം സ്മിത്താനിയം എന്നാണ്. അപ്പോൾ ഈ ക്ലിയോഡെൻഡ്രം വിഭാഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ കായ്കളാണെങ്കിൽ തന്നെ ഔഷധ ഗുണങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കായ്കൾ ക്ലിയോഡെൻഡ്രം വിഭാഗത്തിൽ വരുന്ന മിക്ക ചെടികളുടെയും കായ്കൾ ഒരു നീല കളറോ അല്ലെങ്കിൽ കറുപ്പ് കളറിലോ ആയിരിക്കും അതിൻ്റെ കായ്കൾ ഉണ്ടാവുക. പക്ഷേ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളുടെ ഭംഗി തന്നെയാണ്. അത് ഡയറക്റ്റ് കണ്ടാലാണ് അത് മനസ്സിലാവുള്ളൂ. നല്ല ഭംഗിയിലാണ് ആ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. ഭയങ്കര രസമാണ്. ആരായാലും ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളാണെങ്കിൽ കൂടി ഒന്ന് കണ്ണ് വെച്ച് പോകും. അപ്പോൾ അതുപോലെ ഭംഗിയിലാണ് ആ പൂക്കൾ നിൽക്കുന്നത്. അതിൻ്റെ സ്മെല്ലും ആണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ്, അതേപോലെ അതിൻ്റെ ഭംഗിയും. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ചെടി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നഴ്സറിയിൽ അടുത്തുള്ള നഴ്സറികളിലോ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെക്കണം. നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ വീടിന് നല്ല ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്നത്. കാരണം നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് അതിമനോഹരമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.